ഹോസ്റ്റൽ വാർഡൻ പോലും അറിയാതെ ഈ പെൺകുട്ടികൾ കോളേജില്ലാത്ത ദിവസം പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായം. അന്യസംസ്ഥാനത്തും അന്യജില്ലയിലൊക്കെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാൻ വിടുന്നുണ്ടല്ലോ. അഡ്മിഷൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞോ? ഇതൊക്കെയാണ് സംഭവിക്കുക. അവരെ ഫോഴ്സ് ചെയ്ത് മാറ്റി മുകളിലേക്ക് കയറുന്നു. ഈ സമയത്ത് ആ ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട്, ഇത് ഹോസ്റ്റലാണോ അതോ വ്യഭിചാരശാലയാണോ എന്ന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പട്ടാപ്പകൽ പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റൽ വാർഡൻ പോലും അറിയാതെ ഈ പെൺകുട്ടികൾ കോളേജില്ലാത്ത ദിവസം പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായം. അന്യസംസ്ഥാനത്തും അന്യജില്ലയിലൊക്കെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാൻ വിടുന്നുണ്ടല്ലോ. അഡ്മിഷൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞോ? ഇതൊക്കെയാണ് സംഭവിക്കുക. ശ്രദ്ധിച്ചോ? എന്താ സംഭവം എന്ന് നമുക്ക് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണുണ്ടോ? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെറസിൽ കയറിയിട്ട് ഒരു പയ്യൻ ഹോസ്റ്റലിൻ്റെ അകത്ത് കയറി. ആ പെൺകുട്ടി വിളിച്ചിട്ടാണ്, നിങ്ങൾ നോക്കടാ, ആ കാണുന്ന പെൺകുട്ടി പട്ടാപ്പകല് കോളേജില്ലാത്ത ദിവസം എന്ത് ചെയ്യാന്നറിയോ? ഒരു പയ്യനെ ഹോസ്റ്റൽ റൂമിലേക്ക് വിളിച്ചു വരുത്തി താഴെ ഹോസ്റ്റൽ വാർഡനുണ്ട് കേട്ടോ, തൊട്ട് താഴെ നോക്കുക. ഇവരാണ് ഹോസ്റ്റൽ വാർഡന്. ഒരു 10-15ഓളം പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. പെട്ടെന്ന് ആരായാലും പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് പ്രദേശവാസി ആയിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, ഇനി ആരോ ആയിക്കോട്ടെ, പെട്ടെന്ന് വാതിൽ തുറന്ന് മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ല. എന്തായാലും ഈ വീഡിയോ എടുത്ത പ്രദേശവാസിയിൽപ്പെട്ട ഒരു പയ്യൻ ബലമായിട്ട് അവരെ ഫോഴ്സ് ചെയ്ത് മാറ്റി മുകളിലേക്ക് കയറുന്നു. ഈ സമയത്ത് ആ ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട്, ഇത് ഹോസ്റ്റലാണോ അതോ വ്യഭിചാരശാലയാണോ എന്ന്. ആ ഒരു ഹോസ്റ്റൽ വാർഡൻ ശരിക്കും ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് പറയുന്നത്? ഇതൊരു പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലാണ്, പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ മാത്രമേ ഇവിടെയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തെളിവ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുകളിൽ കയറി റൂമിൽ ഡോർ ഓപ്പൺ ചെയ്ത സമയത്ത് പെൺകുട്ടി പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2-3 ആളുകൾ കാണുമ്പോൾ പെൺകുട്ടി ഡ്രാമ കളിക്കുകയാണ്. ആര്, എപ്പോൾ, എങ്ങനെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നും അറിയാത്തതുപോലെ, ഞാനൊന്നും ചെയ്യാത്തതുപോലെ പെരുമാറുന്നു. എന്തായാലും കയറിപ്പോകുന്നത് നേരിട്ട് കണ്ട ആളുകളാണല്ലോ. എന്തായാലും ആ പ്രദേശവാസികൾ എന്താക്കി, ആ റൂം മൊത്തത്തിലൊന്ന് തപ്പിയെടുത്തു, മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്തു. അലമാറക്കുള്ളിൽ പയ്യനെ പിടിച്ചു പൊക്കി. ആ പെൺകുട്ടിക്കും ആ പയ്യനും കിട്ടിയെന്ന് പറഞ്ഞാൽ പോരാ, കൂമ്പളകുന്ന രീതിയിലാണ് കിട്ടിയത്. എന്താ ചെയ്യലേ? എത്ര ധൈര്യമാണ്! നിങ്ങൾ പ്രായപൂർത്തിയായ പെൺകുട്ടി ആയിരിക്കും അല്ലെങ്കിൽ ആൺകുട്ടിയായിരിക്കും. ഉഭയകക്ഷി സമ്മതപ്രകാരം നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, എന്തും ചെയ്യാം. അതിനൊക്കെയുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ട്. അതും നിങ്ങൾ വിചാരിച്ചിട്ട്, നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങൾ ഓർക്കേണ്ട കാര്യം, മക്കളിൽ എത്രത്തോളം പ്രതീക്ഷ മാതാപിതാക്കൾക്കുണ്ടാവും. എന്തായാലും പയ്യനെ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു. അവൻ്റെ ഊപ്പാടുള്ള, കാരണം ഇത് കേരളത്തിലല്ല. കേരളത്തിലാണെങ്കിൽ അടിക്ക് കുറച്ച് കുറവുണ്ടാവും, നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നാട്ടുകാർ അവൻ്റെ കഴപ്പങ്ങ് മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. ആ പെൺകുട്ടിയെ അധികം അടിക്കാൻ നിന്നിട്ടില്ല, കാരണം കേസ് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി കൊടുത്തു. അവളെ എന്ത് ചെയ്തു, ഹോസ്റ്റലിൽ നിന്ന് അപ്പം തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ഒഴിവാക്കി, അവിടെ നിന്ന് അങ്ങ് മാറ്റിയിട്ടോ. എന്താണ് അവസ്ഥ എന്ന് ആലോചിക്കുന്നത്? രണ്ടുപേരും കൂടെ അപേക്ഷിക്കുകയാണ്. ഞാനിനി ആവർത്തിക്കില്ല, ഞാനിനി ആരെയും വിളിച്ചു കേട്ടില്ല,
വീട്ടിൽ അറിയിക്കരുത്. എൻ്റെ പൊന്നു ചേച്ചിയല്ലേ. ഓ, ഏതാ അഭിനയം, ഏതാ അഭിനയം. ഈ റെഡ് ഷർട്ട് ഇട്ട പയ്യൻ എനിക്ക് നല്ല ദേഷ്യം കിട്ടോ. അപ്പം നല്ല ഒരു എനർജിയിലാണുള്ളത്. എങ്ങനെയാണ് അവൻ കയറിയത് എന്ന് ഹോസ്റ്റൽ വാർഡൻ ആയ ആ ചേച്ചിയോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് പട്ടാപ്പകലായതുകൊണ്ട് അവൻ പ്രദേശവാസികൾ കണ്ടു, സംശയം തോന്നിയിട്ട്. ഇത് രാത്രി സമയത്ത് ഒരു 7 മണിക്കും 8 മണിക്കും പോട്ടെ 10 മണിക്കൊക്കെ കയറി രാവിലെ പോയി കഴിഞ്ഞാലൊക്കെ ആരറിയാനാണ് അല്ലേ? അതായത് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ പുറത്തേക്ക് പറഞ്ഞയക്കുന്നത്, അത് അന്യ ജില്ലയിലായിക്കോട്ടെ, പുറം ജില്ലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തായിക്കോട്ടെ, അന്യ രാജ്യത്തേക്കായിക്കോട്ടെ, നിങ്ങളെ ആരും ശ്രദ്ധിക്കാനില്ല. ഞാനിവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും എൻ്റെ പാരൻസ് അറിയില്ല. എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇമാതിരി നാറിയ പരിപാടി ചെയ്യാൻ തോന്നുക. അപ്പോൾ പാരൻസിനെ ചതിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ നിങ്ങൾ ഒരു കാര്യം ചെയ്യരുത്. ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് അവർ നിങ്ങളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലി നേടി തരുന്നത്. ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോക്ക് താഴെ ഇതിനനുകൂലമായിട്ടും ഒരുപാട് കമൻസുകൾ നെഗറ്റീവൊക്കെ വരും. പക്ഷേ ഞാനത് നെവർ മൈൻഡ് ആകും. കാരണം വലിയൊരു വിശ്വാസ വഞ്ചനയാണ് കാട്ടിക്കൂട്ടുന്നത്. ശ്രദ്ധിച്ചോ, ഇത്ര പറയാനുള്ളൂ, മാതാപിതാക്കളോട് പറയാനുള്ളൂ. സോ മാക്സിമം ഷെയർ കൊടുക്കുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.